ഇടുക്കിയിലെ കാണാക്കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ എപ്പിസോഡ് വീണ്ടും തുടരുകയാണ്. കുളമാവിലെ മറ്റ് ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. കലം കമിഴ്ത്തി എന്ന് പറയുന്ന ഒരു സ്ഥലവും അതുപോലെ തന്നെ പൊട്ടംപാറ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലവും. ഇങ്ങനെ പൊട്ടംപാറയിൽ ആനയുടെ സാന്നിധ്യമൊക്കെ ഉള്ളൊരു പ്രദേശമാണെന്നാണ് അറിയപ്പെടുന്നത്. നമുക്കവിടെ ആനയെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്തായാലും നമ്മളുടെ ഈ യാത്ര നമ്മളൊന്ന് പോയി നോക്കാം. നമുക്ക് ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ യഥാസമയം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. നമ്മളിപ്പം ഇവിടെ വരെ വാഹന സൗകര്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഈ റോഡ് ബ്ലോക്കായി കിടക്കുവാണ്. ഇപ്പോൾ ഏതോ മരങ്ങൾ രണ്ടെണ്ണം ഇത് അക്വേഷ്യ വിഭാഗത്തിൽപ്പെട്ട മരങ്ങളാണെന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞത്. അപ്പോൾ ഇതൊരു പ്ലാന്റാണ്. ഇത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പേപ്പർ ലിമിറ്റഡിൻ്റെ ഒരു ഏരിയ ആണ്. അവർ ഒരുപാട് പ്ലാന്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഈ ഏരിയ അവർ ലീസിനെടുത്ത് അങ്ങനെ അവരിവിടെ മരങ്ങൾ നട്ട് വളർത്തി അത് വെട്ടി കൊണ്ടുപോകുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഒരു കാലത്ത് ഈ റോഡൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇത് അവരുടെ കയ്യിലാണ്. ഈ വഴിയിലൂടെ ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഗമണിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ വഴി അവർ തടസ്സം ഇപ്പോൾ മുന്നോട്ട് നോക്കിയാൽ കാണാം. നല്ലൊരു പ്രദേശമാണ്. നല്ലൊരു കാഴ്ചകളാണ് ഈ മുന്നിലോട്ട് ഉള്ള അത് നടക്കുമ്പോൾ തന്നെ വളരെ നല്ലൊരു തണുത്ത കാറ്റ് സദാസമയം വീശിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ കാണുന്നത്. ഈ തോട്ടത്തിൻ്റെ അകത്തുകൂടി സഞ്ചരിക്കാനും വഴിയുണ്ട്. നമ്മളിപ്പം ഒരു സൈഡിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വഴി അങ്ങ് പോയി ഈ ദൂരം കലങ്കമിഴ്ത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നാൽ നമുക്ക് ഇടുക്കി ജലാശയത്തിൻ്റെ വ്യൂ പോയിന്റ് നല്ല രീതിയിൽ ജലം കിടക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദൂരെയുള്ള മലനിരകൾ കാണാൻ സാധിക്കും. പ്രഭാതത്തിലോ അല്ലെങ്കിൽ സായാഹ്നങ്ങളിലോ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ കാഴ്ചകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പം മാക്സിമം സന്ദർശകർ കുളമാവിൽ നിന്ന് ടൗൺ വഴി നമ്മളിപ്പോൾ വന്ന അതേ റോഡിലൂടെ തന്നെ സഞ്ചരിച്ച് നെല്ലിക്കപ്പാറയും സന്ദർശിച്ചതിന് ശേഷം തീർച്ചയായിട്ടും കുളമാവിൽ എത്താവുന്ന മറ്റൊരു വ്യൂ പോയിൻ്റാണ് ഈ കലങ്കമിഴ്ത്തി എന്ന് പറയുന്നത്. ഇതിലൂടെ ബൈക്കൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ബൈക്ക് ഇപ്പോൾ സന്ദർശകർ കടന്നു വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത് ബൈക്കിലൊക്കെ സഞ്ചരിക്കാൻ പറ്റും. അതുകൊണ്ട് കൂടുതലും ഈ ബൈക്കുമായിട്ട് വരുന്നവർക്ക് അങ്ങ് മലയുടെ മണ്ട വരെ വേണമെങ്കിൽ പോകാം. പക്ഷേ ഒരല്പം റിസ്ക്കാണ്. പക്ഷേ ഉരുളൻ കല്ലുകൾ നിറഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ജീപ്പ് പോലുള്ള വാഹനങ്ങളാണ് ഏറ്റവും നല്ലത്. ഇതാണ് നമ്മൾ കടന്നു പോകുന്ന വഴി. ബൈക്കിലൊക്കെ വേണമെങ്കിൽ കയറി പോകാം. പക്ഷേ ഇച്ചിരി ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇപ്പം ഈ ഉരുളൻ കല്ലുകളൊക്കെ നിറഞ്ഞത്, അതും വെള്ളാരം കല്ലെന്ന് പറയുന്ന ഒരു ടൈപ്പ് കല്ലാണ് ഈ കിടക്കുന്നതിൽ ഭൂരിഭാഗവും അല്ലേ, വെള്ളാരം കല്ല്. അപ്പം ഇങ്ങനെയുള്ള ഈ കല്ല് പൊടിച്ച് ഈ കത്തിക്കൊക്കെ വായ്ത്തലയൊക്കെ മൂർച്ച വരുത്താനൊക്കെ ആയിട്ട് ഈ ഗ്രാമവാസികൾ ഭൂരിഭാഗം ഉപയോഗിക്കുന്ന ഒരു കല്ലാണ്. അത് ഇവിടെ ധാരാളമായിട്ട് ആണ് ഈ വെള്ളാരം കല്ലെന്ന് പറയുന്ന ഈ കല്ല് ധാരാളമായിട്ട് കാണുന്നത്. ഇത് പൊടിച്ച് തടിയേൽ ഇട്ടിട്ട് ആ തടിയേലേക്ക് ഈ കത്തിയുടെ വായ്ത്തല വെച്ച് തേച്ച് മിനുക്കി പണ്ട് കാലം മുതലേ ഈ കർഷകരും അതുപോലെ തന്നെ മരം വെട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ കല്ലിന് അറിയപ്പെടുന്ന പേര് വെള്ളാരം കല്ലെന്നാണ്. അങ്ങനെയൊക്കെയുള്ള കല്ലുകൾ ധാരാളം നിറഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണിത്. ദൂരെ ആ കാണുന്നതാണ് ഒരു നീല പടുതിയൊക്കെ ആയിട്ട് ഉപയോഗിച്ച് മറച്ചിരിക്കുന്നത് കാണുന്നുണ്ട്, ഒരു കെട്ടിടം. അതൊക്കെ ഈ ഫാമുകളാണ്. ഈ കുളമാവ് മേഖലയിലേക്കൊക്കെ ഇപ്പോൾ കൂടുതലും ഇതര ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ കൂടുതലും കടന്നു വരുന്നത് ഈ കാർഷിക മേഖല ഉന്നമിച്ചാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഫാമുകൾ കണ്ടില്ലേ, ഒരു പച്ച പടുതയൊക്കെ മറച്ചിരിക്കുന്നത്, അതെല്ലാം ഫാമുകളാണ്. ഈ പന്നി ഫാമുകളുണ്ട്, അതുപോലെ തന്നെ ഈ പശുവിൻ്റെ ഫാമുകളുണ്ട്. അങ്ങനെ ഒരു ഫാം ടൂറിസത്തിനും ഒരു ഭയങ്കര ഒരു സാധ്യതകളുള്ള ഒരു പ്രദേശമായിട്ട് അടുത്തിടെയായിട്ട് കുളമാവ് മാറിയിട്ടുണ്ട്. കുളമാവിലെ ഈ വനപ്രദേശത്തിൻ്റെ ഒരു സാമീപ്യവും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കാലാവസ്ഥയും എല്ലാം ഇവിടെ നിന്ന് ആളുകളെ അങ്ങ് അകറ്റാൻ സമ്മതിക്കുന്നില്ല. അതുപോലുള്ള ഒരു മേഖലയാണ്. കണ്ടില്ലേ, ഇവിടെ കൂട്ടത്തിൽ വന്ന സജി അത് പുതിയൊരു കാഴ്ച തേടി ഉള്ളിലേക്ക് കയറി പോകണം. നമുക്ക് അതിൻ്റെ പുറകെ ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും കാണാൻ സാധിക്കുമെന്ന്. ഇതെല്ലാം ചെറിയ ചെറിയ വഴികളൊക്കെയുണ്ട്, നടപ്പുവഴികളുണ്ട്. ആളുകൾക്കൊക്കെ ഇഷ്ടം പോലെ കയറി ഇറങ്ങി സഞ്ചരിക്കാനുള്ളൊരു സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഒരു പാറയുണ്ട്. ആ പാറയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്നൊന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം.
ഇത് ഇനി നമ്മളിപ്പോൾ സൂം ചെയ്യുന്നതാണ് കിഴക്കിളേച്ചി മല. ഇതിനു മുമ്പ് ഞാനൊരു തവണ വന്നിട്ട് എനിക്കത് അത്ര കാണാൻ സാധിക്കാതെ പോയതാണ്. അന്ന് കോട കയറി കിടക്കുമായിരുന്നു. ഇതാണ് ഈ മലയാണ്. നമ്മളിങ്ങനെ നോക്കിയാൽ ഈ ചുറ്റുവട്ടം കാണുന്നത് കണ്ടോ. ഇതുണ്ട് ഇവിടെ ഈ പാറകൾ, ഇഷ്ടം കുറേ പാറകളുണ്ട്. അവിടെയൊക്കെ പലയിടത്തു നിന്നൊക്കെ സന്ദർശകരൊക്കെ വന്നിരിപ്പുണ്ട്. ഉണ്ടോ? ഇതൊക്കെ മറ്റു നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്നിങ്ങനെ ഈ കാഴ്ചകളിലോട്ട് വരാറുണ്ട്. ചെറിയ പാറക്കൂട്ടങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലൂടെയൊക്കെ ചെറിയ വഴികളുണ്ട്. ഈ വഴികളിലൂടെയൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാം. പക്ഷേ ഈ അക്വേഷ്യ മരത്തിൻ്റെയൊക്കെ ഈ ഇലകളൊക്കെ തെറ്റിക്കിടക്കുന്നതുകൊണ്ട് വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ തെറ്റി ബാലൻസ് ചെയ്തൊരു വിധത്തിലാണ് വരുന്നത്. ഈ പാറയിൽ ഇങ്ങനെ നിന്ന് നോക്കിയാൽ ഇതാ ഈ കാഴ്ചകൾ ഒരിക്കലും മറക്കാനാകാത്ത കാഴ്ചകളാണ്. കണ്ടോ? എന്താ ആ കാണുന്നതാണ് നമ്മൾ ഒരിക്കൽ കൂടി കാണിച്ചു തരുവാണ് കിഴക്കിളേച്ചി മല എന്ന് പറയപ്പെടുന്നത്. അത് കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്നത് കിഴക്ക്, അവിടെ നിന്ന് ആ ഒരു മറവ് വരുന്നത് കൊണ്ട് ആദ്യം അതിൽ തട്ടിയിട്ടാണ് സൂര്യപ്രകാശം ഇങ്ങോട്ട്. ഇവിടുത്തെ കുളമാവ് നിവാസികൾ ആദ്യം വെളിച്ചം കാണുന്നത് ആ മലയുടെ മുകളിൽ സൂര്യപ്രകാശം വീഴുമ്പോഴാണ്. അതാണ് അതിന് ആ മലയ്ക്ക് കിഴക്കിളേച്ചി മല എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് മാറി വന്നു കഴിയുമ്പോഴത്തേന് കോട്ടമല എന്നൊക്കെ അറിയപ്പെടുന്ന മലകളാണ് പിന്നെ കാണുന്നത്. അതിൻ്റെ അപ്പടെ ആ ഭാഗത്താണ് പീരുമേട് താലൂക്കിൽ ഉപ്പുതറ എന്ന് പറയുന്ന ഭാഗം. അവിടെ ജനവാസമുള്ള മേഖലയാണ്. അവിടുന്ന് ആളുകൾ അവിടെ വരെയാണ് വാഹന സൗകര്യം ഉള്ളത്. പിന്നെ നമുക്ക് അവിടെ അല്ലെങ്കിൽ പിന്നെ വാഗമൺ പുള്ളിക്കാരം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വേണം പിന്നീട് നമുക്ക് ഇങ്ങോട്ട് കടന്നു വരാനായിട്ട്. ഇതാണ് ആ മലയുടെ ഈ കലങ്കമ്പഴുത്തി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ട്രക്കിങ്ങിന് പറ്റിയൊരു മേഖല കൂടിയാണ്. കാരണം ഈ വഴിയിലൂടെ തന്നെ നമുക്ക് യഥേഷ്ടം നമുക്ക് കിലോമീറ്ററുകളോളം നമുക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അല്ലേ. പുൽമേടുകൾ അതുപോലെ തന്നെ ഇതിനോട് തീർന്ന് തന്നെ നല്ല വനപ്രദേശം, നല്ല തണുത്ത കാറ്റ്, സദാസമയം വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ്, അതും ഇടുക്കി ജലാശയത്തിലെ കുളിരോളങ്ങളെ മുത്തി ഉണർത്തിക്കൊണ്ട് കടന്നു വരുന്ന കാറ്റ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അത്രമാത്രം സുന്ദരമായൊരു പ്രദേശമാണ്. ഒരിക്കലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും മടുപ്പ് അനുഭവപ്പെടില്ല. കാരണം ഇതിലൂടെ ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് നമുക്ക് യാത്ര ചെയ്ത് പോകാവുന്ന ഒരു മേഖല കൂടിയാണ് ഈ കടന്നു പോകുന്ന മേഖല. ഇത് ഇവിടം കടന്ന് മേളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു നിരപ്പാണെന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ മേഖല കൂടി നമുക്കൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോരാൻ സാധിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഒരു ആകെയുള്ളൊരിതെന്ന് പറഞ്ഞാൽ അല്പം ഈ പുല്ലുകളൊക്കെ ഒന്ന് കരിഞ്ഞുണങ്ങിയിട്ടുണ്ട്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് മറ്റൊരു കാഴ്ചയുടെ ഒരു ഭംഗിയാണത്. അതിലും ഉണ്ടൊരു കാഴ്ച, അതിലും ഉണ്ടൊരു സൗന്ദര്യം. ഇതാണ് നമ്മൾ ആ മലയിലേക്ക് പിന്നെയും നമ്മൾ വരുന്നു. എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഴക്കിളേച്ചി മല എന്ന് പറയുന്ന മലയെ നമുക്ക് ഒരിക്കലും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഫ്രെയിമുകളില്ല. പ്രത്യേകിച്ച് 360 ഡിഗ്രി ആംഗിളിൽ നമ്മൾ തിരിയുമ്പോഴെല്ലാം നമ്മളുടെ എല്ലാം തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ മലയുടെ ഒരു വന്യതയാണ്. അപ്പം നമ്മൾ ഈ കലങ്കമ്പഴുത്തി എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ അവസാന വ്യൂ പോയിന്റ് വന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോവുകയാണ്. ഇനി നമ്മൾ പൊട്ടമ്പടി അങ്ങനെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു റിസോർട്ടുണ്ട്, ഇവിടെ ഒരു ഫേമസ് റിസോർട്ട്. അതിൻ്റെ അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വ്യൂ ആണെന്ന് പറയുന്നു. നമ്മൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഈ പ്രദേശത്തു നിന്നുള്ള ആളുകളെ നമ്മൾ കൂടെ കൂട്ടിയത് വളരെ നന്നായി. അല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് മനോഹരമാണ്. അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റത്തില്ല. ഇവിടെ കയറി വന്ന് താഴോട്ട് നോക്കി കഴിയുമ്പോഴാണ് ഇവിടുത്തെ ആ ഒരു കാഴ്ച, യഥാർത്ഥ കാഴ്ച നമുക്ക് ദൃശ്യമാകുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വന്ന നെല്ലിക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ആ കാണുന്നത്. അതിൻ്റെ അവിടെയിലൂടെയാണ്, അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും ആ കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ? ഇവിടെ വനങ്ങളോട് കൂടി ഭയങ്കര ഭംഗിയാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കി നിന്ന് പോകും ഈ കാഴ്ചകൾ കണ്ടിട്ടുണ്ടെങ്കിൽ. അത്രയ്ക്കും മനോഹരമാണ് ഈ കാഴ്ചകൾ. പച്ച പൊതിച്ച് കിടക്കുന്ന മലമേടുകൾ, അതിന് ആ മലമേടുകളിലൂടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കരിമ്പാറക്കെട്ട്, വളരെ ഭംഗിയാണ്. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണത്. അവിടെ നിന്ന് വീണ്ടും നമ്മുടെ ക്യാമറ പാൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഇടുക്കി ജലാശയം.
പശുക്കൾ ഇങ്ങനെ പുല്ല് മേയുന്ന കാഴ്ചകൾ നമുക്ക് ദൂരെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ആ കാഴ്ചകളിൽ നിന്നാണ് നമ്മളിപ്പോൾ പുറകോട്ട് ക്യാമറ ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാവുന്ന ദൃശ്യങ്ങളും ഇതാണ്. ഇവിടെയൊക്കെ ജലം കയറി കിടന്നതാണ് പ്രളയകാലത്ത്. ഡാം നിറഞ്ഞു നിന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ വെള്ളമുണ്ടായിരുന്നു. ഇത് നമ്മളെ കുളമാവിലുമുണ്ട് തേയിലത്തോട്ടങ്ങൾ. കണ്ടില്ലേ, ഇത് കാണുന്ന കുളമാവിലെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കയറി പോകുന്നത്. എല്ലാ തരത്തിലുള്ള കാഴ്ചകളുമുണ്ട്. ഇത് സ്വതന്ത്രമായിട്ട് കർഷകർ തന്നെ ആണ് ഈ തേയില ചെടികളെല്ലാം ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നത്. ഇത് കാർഷിക മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പോത്തുമറ്റം എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. നമ്മൾ ഇപ്പം പൊട്ടമ്മേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു പുൽമേട് കാണുന്നുണ്ട്. ഇപ്പം നമ്മളൊരു തേയിലത്തോട്ടം കടന്നാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നിരവധിയായ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള ഒരു ഓഫ് റോഡ് വഴിയാണ് നമ്മളുടെ ഈ യാത്ര ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ റോഡിൻ്റെ വലതു ഭാഗത്തേക്ക് ഒരു നല്ല തെളിച്ചമുള്ളൊരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വന്നു. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇത് നമ്മളിപ്പം പൊട്ടംപാറയിലേക്കുള്ള ഒരു വഴി ഇതാ ഇവിടെ വരെയാണ് നമ്മുടെ വണ്ടി വരുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഓഫ് റോഡാണ്. ജീപ്പൊക്കെ വേണേൽ കയറി പോകും. പക്ഷെ നമുക്ക് ഇങ്ങനെ എന്ത് രീതി നോക്കിയാലും കയറി പോകത്തില്ലാത്ത സാഹചര്യം കൊണ്ട് നമ്മൾ നടന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം നമുക്ക് യാത്ര പോകാം. ചേട്ടാ, ഈ പൊട്ടംപാറയ്ക്ക് എന്തോരം ദൂരമുണ്ട്? എത്ര ദൂരം വരും? ഇത്രയും വരും അല്ലേ? ഇവിടുന്ന് 3/4 കിലോമീറ്റർ ദൂരമാണ് ഇനിയും നമ്മൾ നടക്കേണ്ടത്. ഏകദേശം 750 മീറ്റർ ദൂരം നമുക്ക് കയറിയാൽ മാത്രമാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി വേഗത്തിൽ തന്നെ നമുക്ക് എത്താം. ഒരു 200 മീറ്റർ ദൂരം കൂടെ നമ്മൾ മുകളിൽ കയറി. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടു നോക്കിയുള്ളുക. ചുറ്റുവട്ടം 360 ഡിഗ്രി നമ്മൾ കറങ്ങിയാൽ നമുക്ക് കാണുന്ന കാഴ്ചകൾ വളരെ വലുതാണ്. വളരെ ആരെയും മനം മയക്കുന്നതാണ്. അതായത് ഇവിടെ ഒരു ഗേറ്റൊക്കെ ഉണ്ട്. അത് ഏതിൻ്റെ ഗേറ്റാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ റിസോർട്ട് കമ്പനികൾ ഏതെങ്കിലുമൊക്കെ ഇവരെ ഭൂമി ഏറ്റെടുത്തിട്ട് അവരിട്ടിരിക്കുന്നതാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഒരു കമ്പിവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം ഇതാ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ ദൂരെ ചില മലകളൊക്കെ കാണുന്നുണ്ടോ. നമ്മൾ അങ്ങോട്ടൊന്ന് ചുമ്മാ ഒന്ന് പാൻ ചെയ്ത് സൂം ചെയ്ത് നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ. ഏതോ ഒരു റിസോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് കാനനം റിസോർട്ടാണെന്നാണ് പറഞ്ഞത്. കാനനം. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗ്രീൻബർഗ് എന്ന് പറയുന്ന മറ്റൊരു റിസോർട്ട് കൂടിയുണ്ട്. അങ്ങനെ ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ നിരവധി റിസോർട്ടുകൾ ഇങ്ങനെ കൂണ് മുളച്ച് പൊങ്ങുന്നത് പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ഈ ടൂറിസത്തിൻ്റെ ഒരു സാധ്യതകളാണ് അത് മനസ്സിലാക്കുന്നത്. ആ സാധ്യതകൾ കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന ഈ കാഴ്ചകളൊക്കെ ഈ റിസോർട്ടുകളും എല്ലാം ഇങ്ങനെ പിടിമുറുക്കിയിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ആ ഒരു കാഴ്ചകളിൽ നിന്ന് നമ്മൾ പിന്നെ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം ഇനി ഒരു 500 മീറ്റർ കൂടി ദൂരം കടന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. അവിടെ എത്തിയാലാണ് അവിടുത്തെ ഭംഗി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. കാരണം ഞാനും ഈ ഭാഗത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. കാട്ടാന കാറുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. നമുക്ക് മുന്നിലോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുൽമേടായതുകൊണ്ട് ആന എവിടെ നിൽക്കുന്നു കാണാനും മേല. നമ്മുടെ കൂട്ടത്തിൽ വന്ന സുഹൃത്ത് അവിടെ നിന്ന് തിരിച്ചോടിയപ്പോഴാണ് ആന വന്നേക്കണ കാഴ്ച കാണുന്നത്. ആന കാറുന്നുണ്ട്. കാട്ടാന നിൽപ്പുണ്ട് കണ്ടോ. ആന നിൽക്കുന്നതുകൊണ്ട് നമുക്കിനി നമ്മുടെ ഈ പൊട്ടംപാറ എന്നുള്ള നമ്മുടെ ഒരു സ്വപ്നം ഇതോടെ തൽക്കാലം വിട പറയേണ്ട ഒരവസ്ഥ വന്നേക്കുവാണ്. ഇതുണ്ടോ, ഇതാണ് ഞാനിപ്പം ഇതേപോലെ ഒരു മയിൽക്കുറ്റിയല്ലോ അതിർത്തി കല്ലേൽ കയറി നിന്നിട്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ അൻഷലിതാ ഒന്നിങ്ങനെ നമ്മളെ താങ്ങി പിടിച്ചിട്ടുണ്ട്. അൻഷലിൻ്റെ മേത്ത് പിടിച്ചുകൊണ്ടാണ് ഞാനിപ്പം ഞാൻ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ ഒരു കല്ലേൽ അൻഷല് ചെറിയൊരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ സൈലൻ്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. സാധാരണ ഇങ്ങനെ ഈ
വെയിൽ സമയങ്ങളിലൊന്നും ഇവിടെ ആന കാണുന്നതല്ല. പക്ഷേ ഇപ്പം ഇതായിട്ട് ആന ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടോ, നമ്മളിങ്ങനെ ഒരു അതിർത്തി കല്ലയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ ദൃശ്യങ്ങൾ എടുക്കുന്നത്. അവിടെ നിന്നുള്ള ഈ കാഴ്ചകളാണ്, താഴ്വാരത്തേക്കുള്ള കാഴ്ചകളാണ് ഇതാണ്ട് ഈ കാണുന്നത്. കണ്ടോ, വളരെ മനോഹരമായ ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. പക്ഷേ കുറച്ചുകൂടി മുകളിൽ കയറാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ ഈ പുൽമേട് നമുക്ക് നല്ല രീതിയിൽ, നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. താഴ്വാരങ്ങൾ, മനോഹരമായ സമതല പ്രദേശങ്ങൾ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടാനെ കണ്ടിട്ട് ഓടുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ഈ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ അവരുടെ മുന്നിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അവരുടെ ഒരു ഏരിയയിലേക്ക് നമ്മൾ അതിക്രമിച്ച് കയറിയിട്ട് നമ്മൾ കുറച്ച് ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പോലും അത് അവർ സുഖമായി വിഹരിക്കുന്ന മേഖലയാണ്. അപ്പോൾ അവരുടെ ആ സ്വൈര്യ വിഹാരത്തിൽ തടസ്സപ്പെടുത്താതെ നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അവർ നമ്മളെ പറത്തി വിടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. ജീവൻ കത്തി. കുളമാവിലെ പൊട്ടമ്പാറ പുൽമേടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നും എതിർവശത്തെ കാഴ്ചകളിലേക്കായിരുന്നു നമുക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഇവിടെ കാട്ടാനയുടെ ഒരു സാന്നിധ്യം നമ്മൾ നേരിട്ട് കാണുകയും ഇപ്പോൾ അൻഷൽ തൊട്ടടുത്ത് എന്ന് അതിൻ്റെ മുന്നിൽ നിന്ന് അതിസാഹസികമായ ഒരു രക്ഷോടിയാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അതിസാഹസികമായി ഇങ്ങനെയൊക്കെയാണ് പോയി ഞങ്ങളിത് ചിത്രീകരിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇതിനെ പൂർണ്ണമായും നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസത്തോടെ അടുത്ത സ്ഥലത്തേക്കാണ് നമ്മളുടെ യാത്ര. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും കിടു പ്രദേശമാണ്. കാരണം മുറംകുട്ടിപ്പാറ എന്ന് പറയുന്ന മറ്റൊരു മേഖല, അത് നിരവധി സഞ്ചാരികൾ കടന്നു വരികയും അതുപോലെ തന്നെ നിരവധി മലയാള സിനിമകൾക്ക് വേദിയാകുകയും ചെയ്ത ഒരു പ്രദേശത്തേക്കാണ് അടുത്ത നമ്മുടെ യാത്ര. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് വിടാം.